സുനാമി ഫണ്ട് മുതൽ കത്വ ഉനാവോ ഫണ്ട് വരെ വെട്ടിച്ച ചരിത്രമുള്ള യൂത്ത് ലീഗിന്റെ നേതാവ് പി.കെ. ഫിറോസ് കഴിഞ്ഞ ദിവസം എസ്.എഫ്.ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ പി.എം.ആർ. ഷോയോട് ചില വെല്ലുവിളികളുമായി രംഗത്ത് വരികയുണ്ടായി. ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് പി.കെ. ഫിറോസ് ഈ വെല്ലുവിളികളൊക്കെ നടത്തിയത്. ഇപ്പോഴിതാ എസ്.എഫ്.ഐയുടെ സംസ്ഥാന അധ്യക്ഷനായ പി.എം.ആർ. ഷോ തന്നെ ഇതിന് കൃത്യമൊരു മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പി.എം.ആർ. ഷോ പങ്കുവച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ CPM-ന്റെ സൈബർ അണികൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. നമുക്ക് ആദ്യം തന്നെ മറ്റ് മുഖവരകളില്ലാതെ ആ കുറിപ്പ് ഒന്ന് പരിശോധിക്കാം. ഗുജറാത്ത് ഫണ്ട് കട്ടവർക്ക് പി.കെ. സംഘം നൽകിയ പേര് മാന്യർ. സുനാമി ഫണ്ട് കട്ടവർക്ക് പി.കെ. സംഘം നൽകിയ പേര് മാന്യർ. കത്വ ഉനാവോ ഫണ്ട് കട്ടവർക്ക് പി.കെ. സംഘമിട്ട പേര് മാന്യർ. ഒപ്പമോടിയെത്താൻ യൂണിയൻ ഫണ്ട് കക്കുന്നവരും മാന്യർ. ശരി മാന്യ. ഒന്ന്, എസ്.എഫ്.ഐ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ വിശദാംശങ്ങൾ സംഘപരിവാർ ഫാക്ടറികൾ ക്യാപ്സ്യൂൾ ഇറക്കിയ ഘട്ടത്തിലെ പാർട്ടി കണക്കുകൾ സഹിതം പൊതുസമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കിയതാണ്. അതിൻ്റെ രണ്ട് ലിങ്ക് കൂടി പി.എം.ആർ. ഷോ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ പറയുന്നു: ആവർത്തിച്ച് ഇതിനു മുൻപ് വ്യക്തമാക്കിയതാണെന്നാലും ഞങ്ങൾ ഉന്നയിച്ച പുതുതലമുറ പി.കെയുടെ തട്ടിപ്പിൽ നിന്ന് ഫോക്കസ് മാറ്റാനാണ് രണ്ടാം തലമുറ പി.കെ കച്ചമുറുക്കി ചാടി ഇറങ്ങിയതെന്ന് നന്നായി അറിയുന്നതിനാലുമാണ് മറ്റു വിഷയങ്ങളിൽ ഊന്നിയത്. 4 പുത്തൻ കണ്ടാൽ കമഴ്ന്നു വീണ് നക്കിയെടുക്കുന്ന പി.കെ സംഘത്തെ അളക്കുന്ന അളവുകോല് കൊണ്ട് ഇക്ക മുഴുവൻ ആളെയും അളക്കാതിരിക്കുക. രക്തസാക്ഷി കുടുംബങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്നവരാണ് ഞങ്ങൾ. ധീരജിൻ്റെ, അഭിമന്യുവിൻ്റെ, ബാലൻ്റെ, അജയപ്രസാദിൻ്റെ, റോഷൻ്റെ, സജിൻ്റെ, ഫാസിലിൻ്റെ, നിങ്ങൾ കല്ലെറിഞ്ഞു കൊന്ന ജോബിയുടെ അടക്കം രക്തസാക്ഷികളുടെ അമ്മമാരെ അമ്മയെന്ന് വിളിച്ചവർക്ക് മക്കളായി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അവരുടെ സഹോദരങ്ങൾക്ക് സഹോദരരായി കുടുംബത്തിൽ അംഗമായി അവശേഷിക്കുന്ന ജീവിതം അവർക്കൊന്ന് ഉറപ്പിച്ചവർ. മാന്യനും മാന്യൻ്റെ പാർട്ടിക്കും അത് തിരിയില്ല. സ്വയം വെളുപ്പിക്കലിനൊപ്പം നടത്തറമ്പനെ കൂടി വെളുപ്പിക്കാൻ ഒരുളുപ്പും ഇല്ലാതെ പച്ചക്കള്ളം എഴുതിവിടാനുള്ള ഇക്കാന്റെ തൊലിക്കട്ടി ചാൾസ് ശോഭരാജിൽ പോലും ഒന്നാം തലമുറ പി.കെ കണ്ടു കാണില്ല. വിജൃംഭിതനായി മൂപ്പർ കുതിരപ്പവൻ വല്ലതും തന്നിരുന്നോ ആവോ? 6 മാസത്തെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് കാസർഗോഡ് കോസ്റ്റൽ സ്റ്റേഷനിലോട്ട് സ്ഥലം മാറ്റം കിട്ടിയ നട്ടത്തറമ്പൻ്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞു എന്നല്ലാതെ ശിക്ഷാ നടപടി അവസാനിച്ചിട്ടില്ല എന്നറിയുക. അങ്ങേക്ക് വിഷമം ആകുമെങ്കിൽ പറയാതിരിക്കാൻ തരമില്ല. നട്ടത്തറമ്പന് ക്ലീൻ ചിറ്റ് നൽകാനും ശിക്ഷാ നടപടി അവസാനിപ്പിക്കാനുമുള്ള കടലാസ് ഇറക്കാൻ രാജ്യത്തെ നിയമം തൽക്കാലം ചുമതലപ്പെടുത്തിയത് സഖാവ് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനെയാണ്. ബഖാഫി യൂത്ത് സെന്ററിനെ കടലാസ് ഇറക്കാൻ അധികാരപ്പെടുത്തുമ്പോൾ ഇക്ക ഇറക്കുന്നതാവും ഭംഗി. ഇനി ഇക്കാൻ്റെ സ്റ്റേ 3 മാസമെങ്കിലും 9 മാസമെങ്കിലും സ്റ്റേ വെറും സ്റ്റേ ആണെന്ന് അക്വിറ്റൽ അല്ല. ഇക്ക ഇപ്പോഴും പ്രതിയായി തുടരുന്നു. ഇനി അതല്ല കുറ്റവിമുക്തനാക്കിയെങ്കിൽ അതിൻ്റെ ഇൻഡാസ് എടുത്ത് വീശിക്കാം. മറുപടി എഴുതിത്തരുന്നതിന് പകരം നുണ കൊണ്ട് മാസടിക്കൽ മാന്യതയുടെ ലക്ഷണമല്ലെന്ന ഉപദേശമായിരുന്നു ആ സുഹൃത്തുക്കൾ ഇക്കാക്ക് നൽകേണ്ടിയിരുന്നത്. 3, ഇക്ക തുർക്കിക്കോ അമേരിക്കയ്ക്കോ ബർമുഡയ്ക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോട്. തിരിച്ചിറങ്ങുമ്പോൾ തിരുവനന്തപുരത്തിറങ്ങാതിരിക്കാൻ നോക്കാൻ പറഞ്ഞത് ഇക്കാൻ്റെ മനസ്സ് നോവുന്നത് കാണാൻ വയ്യാത്തോണ്ടല്ലേ? വെറും സ്നേഹം. ആരെന്തു പറഞ്ഞാലും ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് ജയിലിൽ കിടന്നത് തടവുകാരുടെ ക്ഷേമം തിരക്കാനല്ല, നാട്ടാരുടെ കായ് മുണങ്ങിയിട്ടാണ്. അതിനിടയിലൂടെ ഇക്ക ഇട്ട കുത്ത് മുനീർ സാഹിബിൻ്റെ പഴയ മന്ത്രിക്കാലത്തെ വിദേശയാത്രയുടെ ലിസ്റ്റ് എടുത്തിടാനാണെന്ന് മനസ്സിലായി. ബട്ട് ഞാനതിനില്ല. അങ്ങേര് പാവം വണ്ടിച്ചക്ക് കേസിൽ പിഴയടയ്ക്കാൻ പെടാപ്പാട് പെടുന്നതിനിടയിൽ നമ്മൾ എന്തിനാ വെറുതെ? വേണ്ട, മൂപ്പരെ വിട്ടേരിക്ക. 4, ഇക്കയും ടീമും എത്രയൊക്കെ മെനക്കെട്ടാലും ഇക്ക മെസ്സടിച്ച മറ്റേ MSF ഉണ്ടല്ലോ, അതിൻ്റെ പ്രസിഡന്റ് മറ്റോ 3ാം തലമുറ പി.കെ ഉണ്ടല്ലോ, അയാളെ കൊണ്ട് കട്ട് ലീഗ് ആഫീസിൽ താഴ്ത്തിയ യൂണിയൻ ഫണ്ട് കൊണ്ട് 1 മണി അരി തിന്നാൻ വിടില്ല. മറുപടി പറയിക്കും സാർ. ദേഹത്ത് 4 തുള്ളി ചെളിയും ചേറും വിയർപ്പും വീഴുന്നതത്ര മോശം കാര്യമായി കരുതാതിരിക്കുക. ചേറിലും ചെളിയിലും കുളിച്ച മനുഷ്യരുടെ വിയർപ്പാണിക്ക ഇന്നത്തെ നമ്മുടെ ലോകം. ചെളി പറ്റാത്ത ഉടുപ്പ് ധരിക്കലല്ല മാന്യതയുടെ അളവുകൾ. അപ്പം ശരിക്കും മാന്യ.
ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് PMR ഷോ PK ഫിറോസിനുള്ള ആ കൃത്യം മറുപടി അവസാനിപ്പിക്കുന്നത്. എന്തായാലും PK ഫിറോസ് വെറുതെ ഇരുന്ന ഒരു മനുഷ്യനെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് കുറച്ച് അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം PK ഫിറോസിന്റെ മാത്രമല്ല, യൂത്ത് ലീഗിന്റെയും ഒക്കെ പഴയ കഥകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു PMR ഷോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിനൊരു മറുപടിയുമായി PK ഫിറോസ് രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം അത്ര കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയായിരുന്നു PMR ഷോ.